നമസ്കാരം. UDF-ൽ നിന്ന് ആര് മുഖ്യമന്ത്രിയായി വരണം എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. KC വേണുഗോപാലോ അതോ VD സതീശനോ അതോ രമേശ് ചെന്നിത്തലയോ ആരാണ് അർഹൻ എന്നതിനെ പറ്റിയാണ് ചർച്ച. എന്റെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ KC വേണുഗോപാലാണ്. അതായത് ജയിച്ചു വന്ന 102 MLA-മാരിൽ നിയുക്ത MLA-മാരിൽ ഭൂരിഭാഗം ആളുകളും എന്തുകൊണ്ടാണ് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നത് എന്ന് ഞാൻ പറയാം. എന്തുകൊണ്ടാണ് VD സതീശൻ വേണ്ട എന്ന നിലപാട് അവർ സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വിശദമാക്കാം. KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു കിങ് മേക്കറാണ്. അയാൾ നല്ല ബുദ്ധിമാനാണ്, കൗശലക്കാരനാണ്, ചാണിക്കനാണ്. എന്നാൽ VD സതീശനാകട്ടെ ഒരു വെക്കട വെടിയും. VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കാൻ കൊള്ളാം, പക്ഷെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ കൊള്ളില്ല എന്ന് നന്നായി തന്നെ ജയിച്ചു വന്നിട്ടുള്ള നിയുക്ത MLA-മാരിൽ പലർക്കും അറിയാം. കാരണം VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി സത്യത്തിൽ ഒരു കീലേരി അച്ചുവാണ്. സത്യത്തിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു രാജ്യത്തെ ഏറ്റവും മോശം ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു രാഷ്ട്രീയ മര്യാദയും പാലിക്കാത്ത, സംസ്കാര ശൂന്യമായി സംസാരിക്കുന്ന, നുണകൾ നിരന്തരം തട്ടിവിടുന്ന, പറയുന്ന വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയാണ് VD സതീശൻ. അതുകൊണ്ട് തന്നെ VD സതീശനെ പോലെ ഒരു വ്യക്തി മുഖ്യമന്ത്രിയായി വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് UDF-ന് കനത്ത പ്രഹരമായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. VD സതീശൻ രാവിലെ ഒരു നുണ പറയും. ആ നുണ അപ്പൊ തന്നെ പൊളിഞ്ഞാൽ പുള്ളി ഉച്ചയ്ക്ക് പുതിയൊരു നുണയുമായി വരും. രാവിലത്തെ നുണ അപ്പൊ ആരെങ്കിലും ചൂണ്ടിക്കാട്ടിയാൽ പുള്ളിക്ക് പിന്നെ അത് ഓർമ്മയുണ്ടാകില്ല. അങ്ങനെയൊക്കെയാണ് VD സതീശൻ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് മുന്നോട്ട് പോയത്. LDF-നെതിരെ അദ്ദേഹം പറഞ്ഞ നുണകൾ ഇന്നും നമ്മുടെ ടൈം ലൈനിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ VD സതീശൻ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരു നല്ല ഒന്നാം തരം തോന്നിവാസിയായിരുന്നു. ആ തോന്നിവാസിത്തരം നല്ല രീതിയിൽ തന്നെ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് UDF-ന് ഗുണം ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു തോന്നിവാസിയാണ് UDF-ന് ആവശ്യം. അത് നല്ല രീതിയിൽ നല്ല ഭംഗിയായി VD സതീശൻ ചെയ്തു കൊടുക്കുകയും ചെയ്തു. പക്ഷേ VD സതീശനെ ഇനി മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അഹങ്കാരം നിറഞ്ഞ, ധാർഷ്ട്യം നിറഞ്ഞ VD സതീശൻ വലിയ ഒരു വെല്ലുവിളിയായി UDF-ന് മാറും. അതായത് VD സതീശനെ ഉപയോഗിക്കുമ്പോൾ തന്നെ KC വേണുഗോപാലിന് അറിയാമായിരുന്നു VD സതീശൻ ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞ് വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുമെന്ന്. അതുകൊണ്ട് KC വളരെ ബുദ്ധിപൂർവ്വമാണ് നീങ്ങിയത്. KC എങ്ങനെയാണ് VD-യെ പൂട്ടിയത് എന്നുള്ള കാര്യം ഞാൻ പറയാം. VD സതീശന് ഒരു കാര്യം ഉറപ്പായിരുന്നു, താൻ എന്തൊക്കെ കാണിച്ചാലും തനിക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അങ്ങനെ ഒരു തോന്നൽ VD സതീശനൊപ്പം ഉണ്ട് എന്നുള്ള കാര്യം KC വേണുഗോപാലിനും അറിയാമായിരുന്നു. VD സതീശൻ അതുകൊണ്ട് തന്നെ ഉഴപ്പാനും ഭരണം കിട്ടാതിരിക്കാനും ഒക്കെ അദ്ദേഹം ശ്രമം നടത്താനുള്ള സാധ്യതയും KC വേണുഗോപാൽ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ തന്ത്രപരമായി നീങ്ങി. ഒരു കാര്യത്തിലും VD-യുടെ ഒരു കാര്യത്തിലും ഇടപെട്ടില്ല. VD സതീശനെ അഴിച്ചു വിട്ടു. ഒപ്പം ഒരു ഊർജം പകരാൻ വേണ്ടി മനോരമയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തു. ആ ഇന്റർവ്യൂവിൽ പറഞ്ഞു തനിക്ക് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമില്ല, തന്റെ പേര് ആ ലിസ്റ്റിൽ നിന്ന് എടുത്തു കളഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഇത് സതീശന് വലിയൊരു ആത്മവീര്യം കിട്ടി. ആ കുഴിയിൽ സത്യത്തിൽ VD സതീശൻ വീണു. പിന്നീട് VD സതീശൻ ഒരു മുഖ്യമന്ത്രി ആണ് എന്ന മട്ടിൽ, അല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി ആകുമെന്ന മട്ടിലായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. അങ്ങനെ VD സതീശൻ കാള കളിച്ച് നടക്കുന്ന സമയത്ത് മുഴുവൻ KC വേണുഗോപാൽ ഈ ആരൊക്കെ ഏതൊക്കെ മണ്ഡലത്തിൽ മത്സരിക്കണം എന്നതിനെ പറ്റിയുള്ള ചില നീക്കങ്ങൾ നടത്തി. അങ്ങനെ പലരെയും ചാക്കിട്ട് പിടിച്ച് പല MLA-മാരെയും പല ജയിച്ചു വരാൻ സാധ്യതയുള്ള MLA-മാരെയും ഒക്കെ തന്റെ കൂടെ നിർത്താനുള്ള ഓട്ടത്തിലായിരുന്നു. ഇതൊന്നും VD സതീശന് ചെയ്യാൻ കഴിയാതെ പോയി. VD സതീശൻ താനിപ്പോ മുഖ്യമന്ത്രിയാകുമെന്ന്, ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കസേരയിൽ കയറ്റിയിരുത്തുമെന്നൊക്കെ ഓർത്ത് അദ്ദേഹം ഇങ്ങനെ കറങ്ങി നടന്നു. അവസാനം ജയിച്ചു വന്നപ്പോൾ ആകട്ടെ, അതായത് നിയുക്ത MLA-മാർ പറയുന്നു ഞങ്ങൾക്ക് KC വേണുഗോപാൽ മതിയെന്ന്. കാരണം KC വേണുഗോപാൽ നോക്കൂ, ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എത്ര മനോഹരമായാണ് VD സതീശനെ തുറന്നു കാട്ടിയത്. ആർക്കാണ് കൂടുതൽ പിന്തുണ എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. ആ ചർച്ചയിൽ ആർക്കാണ് മുൻതൂക്കം എന്നറിയാൻ ഒരു വലിയ രീതിയിലുള്ള ബുദ്ധിയുള്ള, അല്ലെങ്കിൽ വളരെ കൗശലക്കാരനായ ഒരു ജേർണലിസ്റ്റിന്റെ ബുദ്ധിയൊന്നും വേണ്ട. ചുമ്മാ ഒന്ന് കണ്ണു തുറന്ന് നമ്മുടെ ഈ ഒരു കേരളത്തിലെ പല ഭാഗങ്ങളിലേക്ക് നോക്കിയാൽ മതി. VD സതീശൻ പക്ഷം ഭയങ്കര രീതിയിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ വെക്കുകയാണ്. അതിനർത്ഥം എന്താണ്? അതായത് KC വേണുഗോപാൽ മതിയെന്നാണ് ഈ നിയുക്ത MLA-മാർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് എന്നുള്ളതാണ്. VD സതീശൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് VD സതീശന്റെ എടുത്തുചാട്ടം ഇവിടെയും വലിയ പണിയായി മാറിയിരിക്കുന്നു. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞ് PR വർക്ക് നടത്തുന്നു, പല രീതിയിലുള്ള വീഡിയോകൾ പുറത്തുവിടുന്നു, പലരെയും കൊണ്ടും പലതും പറയിപ്പിക്കുന്നു. ഇതൊക്കെ പറയിപ്പിക്കുന്നതാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അത് VD സതീശന് മാത്രം മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. VD സതീശൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ഏത് രീതിയിലാണ് കോൺഗ്രസിന് ക്ഷീണം ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോക്കൂ. VD സതീശൻ ഇത്തരത്തിൽ നീക്കം നടത്തുമ്പോൾ അത് ഒരു ഘട്ടത്തിൽ പോലും ഈ ചെയ്യുന്ന ആളുകളോട് അതങ്ങനെ ഒന്നും ചെയ്യരുതെന്നൊന്നും VD സതീശൻ പറയുന്നില്ല. അവരെ ഇങ്ങനെ കയറ്
അഴിച്ചങ്ങ് വിട്ടേക്കുകയാണ്. അപ്പോൾ വി ഡി സതീശൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് കെ സി വേണുഗോപാലിനും കോൺഗ്രസിനും ഒക്കെ വലിയ ക്ഷീണം രാജ്യത്ത് ചെയ്യുകയാണ്. കെ സി വേണുഗോപാലിന് മാക്സിമം ഡാമേജ് ഉണ്ടാക്കി ഹൈക്കമാൻഡിനെ കൊണ്ട് ഈ കെ സി വേണുഗോപാലിനെ അങ്ങ് തട്ടിക്കളയാനുള്ള ഒരു നീക്കമാണ് ഈ വി ഡി സതീശൻ നടത്തുന്നതെങ്കിലും ഹൈക്കമാൻഡിന് പ്രിയപ്പെട്ടവൻ കെ സി വേണുഗോപാൽ തന്നെയാണ്. കെ സി വേണുഗോപാലിന്റെ ബുദ്ധിയിലാണ് ഇവിടെ യു ഡി എഫിന് ഭരണം പിടിക്കാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യം നന്നായി അറിയാം. കെ സി വേണുഗോപാൽ വരുന്നു, കനകോലുവിനെ ഇറക്കുന്നു, മാധ്യമങ്ങളെല്ലാം കൂട്ടി നിർത്തി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. അങ്ങനെ വ്യാജ വാർത്തയിൽ ജനങ്ങൾ മുഴുവൻ വീഴുന്നു. അങ്ങനെയാണ് യു ഡി എഫിന് അധികാരം കിട്ടിയതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ വി ഡി സതീശൻ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഇങ്ങനെ വായിട്ടളിച്ച് നടന്നുകൊണ്ടാണ് ഈ അധികാരം കിട്ടിയത് എന്നുള്ളതാണ്. സതീശനെ ഒരു രീതിയിൽ പറഞ്ഞു വിട്ട് സതീശൻ പറയുന്ന കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളെ ഉപയോഗിച്ച് ജനങ്ങളിൽ എത്തിച്ചൊക്കെയാണ് ഇവിടെ കെ സി വേണുഗോപാൽ ഭരണം പിടിച്ചടക്കിയത്. എന്തായാലും കെ സി വേണുഗോപാൽ മറ്റു രീതിയിൽ കൂടി ഈ വി ഡി സതീശനെ തുറന്നു കാണിക്കുന്നുണ്ട്. വി ഡി സതീശനെ എടുത്തുചാട്ടം തുറന്നു കാണിക്കുന്നുണ്ട്. വി ഡി സതീശൻ ആരാണ് എന്നതിനെ പറ്റി ഇപ്പോൾ പല ഫ്ലെക്സുകളൊക്കെ കാണുന്നുണ്ടല്ലോ. ഉമ്മൻചാണ്ടിയെ പറ്റി വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വി ഡി സതീശൻ പല ഘട്ടങ്ങളിലും കോൺഗ്രസിന് തന്നെ വലിയ ശല്യമായി മാറിയിട്ടുള്ള ഘട്ടങ്ങൾ, ഇതൊക്കെ തുറന്നു കാട്ടിക്കൊണ്ട് പല ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ പ്രത്യക്ഷപ്പെടുകയാണ്. കെ സി വേണുഗോപാൽ പക്ഷം 2 ഫ്ലെക്സ് വെച്ചപ്പോഴത്തേക്കും വി ഡി സതീശൻ നിലത്ത് വീണു എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും അർഹൻ അത് കെ സി വേണുഗോപാൽ തന്നെയാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞതെല്ലാം നടപ്പിലാക്കുമെന്ന് പറഞ്ഞ വ്യക്തി അത് വി ഡി സതീശനാണല്ലോ. അദ്ദേഹം മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ തീർച്ചയായും പിണറായി വിജയൻ മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിലിരുന്ന് എന്തായാലും വി ഡി സതീശൻ വെള്ളം കുടിക്കേണ്ടി വരും. വി ഡി സതീശ ആ ഇരിക്കാൻ പോകുന്ന സീറ്റ് ഉണ്ടല്ലോ, മുഖ്യമന്ത്രി എന്ന് പറയുന്ന സീറ്റ്, അത് അത്ര നല്ല സീറ്റൊന്നുമല്ല. ആ സീറ്റ് നല്ല ഗംഭീരമായിട്ടുള്ള വളരെ സുഖസുന്ദരമായിട്ടുള്ള സീറ്റാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ അറിയാം എത്രത്തോളം സുന്ദരമാണെന്ന്. എന്തായാലും പല ചോദ്യങ്ങൾ അത് സതീശൻ അഭിമുഖീകരിക്കേണ്ടി വരും. ആ ചോദ്യങ്ങൾക്കൊന്നും നല്ല രീതിയിൽ ഉത്തരം പറയാൻ വി ഡി സതീശന് കഴിയില്ല എന്നറിയാം. അതുകൊണ്ട് ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ വി ഡി സതീശനെ തൽക്കാലത്തേക്ക് ഒതുക്കി നിർത്തുക എന്നത് തന്നെയാണ് കെ സിയുടെയും ഹൈക്കമാൻഡിന്റെയും ഒക്കെ തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയാകാൻ ഒരു രീതിയിലും അർഹത അത് വി ഡി സതീശൻ കാണുന്നില്ല. ഇനി അടുത്ത ടേമിൽ LDF ഭരണത്തിൽ വരികയാണെങ്കിൽ വേണമെങ്കിൽ ഒരു വട്ടം കൂടി പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനെ ഇരുത്താം. പക്ഷേ മുഖ്യമന്ത്രി കസേരയിൽ വി ഡി സതീശനെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 5 വർഷം പോലും തികയ്ക്കാൻ വി ഡി സതീശന് കഴിയില്ല. വി ഡി സതീശൻ നിരന്തരം മാധ്യമങ്ങൾക്ക് യു ഡി എഫിന് അടിക്കാനുള്ള ടൂളുകൾ ഇട്ടുകൊടുക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പൊ അത് ഇട്ടുകൊടുത്തില്ലെങ്കിൽ പോലും ഈ പ്രകടന പത്രിക മാത്രം മതി LDF സംബന്ധിച്ച് അധികാരത്തിൽ വരാൻ. ആ പ്രകടന പത്രികയിലെ ഏതെങ്കിലും ഒരു വിഷയം നടപ്പിലാക്കാൻ കഴിയാതെ പോയാൽ LDF ഒന്നും ഇടപെടണമെന്നില്ല, ജനങ്ങൾ തന്നെ നടുക്കളത്തിൽ ഇറങ്ങിക്കോളും. അതായത് ഇപ്പൊ ഫ്രീ യാത്ര പറയുന്നു, അതുപോലെ തന്നെ പല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ, പൊള്ളയായിട്ടുള്ള പല വാഗ്ദാനങ്ങൾ നൽകുന്നു. 3000 രൂപ വെച്ച് പെൻഷൻ തരുമെന്ന് പറയുന്നു. ഇതൊക്കെ ഒരു 2 മാസം മുടങ്ങി നോക്ക്, അപ്പൊ കാണാം എന്താകും കഥയെന്ന്. എന്തായാലും വലിയ രീതിയിലുള്ള കടമ്പകളാണ് യു ഡി എഫിന് മുമ്പിലുള്ളത്. ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പലരും ചിന്തിക്കുന്നത് കെ സിയും വി ഡിയും തമ്മിലുള്ള അടിയുടെ ഇടയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് സീറ്റ് കിട്ടുമെന്നാണ്. അതുകൊണ്ട് അതൊക്കെ ഓർത്താണ് രമേശ് ചെന്നിത്തലയും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു സാധ്യതയും കാണുന്നില്ല. രമേശ് ചെന്നിത്തലയൊക്കെ കൊണ്ടുപോയി മുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ടെങ്കിൽ അമ്പേ പരാജയമാകുമെന്നറിയാം. പക്ഷേ വി ഡി വെച്ച് നോക്കുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊക്കെ പറയുന്ന പോലെ ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും. പക്ഷെ എന്തുകൊണ്ടും ആ സീറ്റിന് അർഹൻ കെ സി വേണുഗോപാലാണ്. അതുകൊണ്ടാണ് കെ സിക്ക് വേണ്ടി പല ആളുകളും ഇപ്പോൾ കളത്തിലിറങ്ങുന്നത്. കെ സി വളരെ പക്വതയോടെ ഈ വിഷയത്തെ കാണുന്നു എന്നുള്ളതാണ്. കെ സി ഒരു രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളും ഈ ഒരു ഘട്ടത്തിലും അദ്ദേഹം നടത്തുന്നില്ല എന്നുള്ളതാണ്. ഈ മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രമേശ് ചെന്നിത്തല പക്ഷവും വി ഡി സതീശൻ പക്ഷവും എല്ലാവരും അടിപിടി കൂടുമ്പോഴും കെ സി വേണുഗോപാൽ എത്ര തന്ത്രപരമായാണ് അദ്ദേഹത്തിന്റെ ആ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുന്നത് എന്ന് ഞാനിങ്ങനെ നോക്കി കാണുകയായിരുന്നു. എന്തായാലും യു ഡി എഫിന് പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി അത് കെ സി വേണുഗോപാൽ തന്നെയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.